സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 50 ലൈക്കാണ്. ആദ്യത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെക്കുറിച്ചാണ്. ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി ഏപ്രിൽ മാസം 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ബിഗ് ബഡ്ജറ്റ് മാസ് എന്റർടൈനർ മലയാളം സിനിമയാണല്ലോ ബസൂക്ക. സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് ഇപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലാലേട്ടന്റെ സിനിമയായ എമ്പുരാനോടൊപ്പം ബസൂക്കയുടെ ട്രെയിലർ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇക്കാര്യം ഇപ്പോൾ സിനിമയുടെ ടീം തന്നെ കൺഫേം ചെയ്തിട്ടുമുണ്ട്. ഇതിനു മുന്നോടിയായി ദുബായിൽ വെച്ച് ബസൂക്കയുടെ ഒരു ട്രെയിലർ ലോഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും ഇപ്പോൾ നമുക്ക് അറിയാനായി കഴിയുന്നു. അപ്പോൾ വലിയൊരു പ്രൊമോഷനോടെ വമ്പൻ ഹൈപ്പിൽ തന്നെയായിരിക്കും മമ്മൂക്കയുടെ ബസൂക്ക തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. കാത്തിരിക്കാം സിനിമയുടെ വരും ദിവസങ്ങളിലെ അപ്ഡേറ്റുകൾക്കായി. ഇന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം നടന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ധീരൻ. സിനിമയിൽ രാജേഷ് മാധവൻ, സിദ്ധാർത്ഥ് ഭരതൻ, ജഗദീഷ്, മനോജ് കെ ജയൻ എന്നിവരാണ് അഭിനയിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് സോഷ്യൽ മീഡിയയിൽ നിന്നും അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഡ്രാമ ത്രില്ലർ ജോണിൽ ഒരുങ്ങുന്ന സിനിമ മെയ് മാസമായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നേരത്തെ ഏപ്രിൽ മാസത്തിൽ റിലീസ് പ്ലാൻ ചെയ്ത് പിന്നീട് റിലീസ് ഡേറ്റ് മാറ്റിവെച്ച മലയാളം സിനിമയാണല്ലോ ആലപ്പുഴക്കാരൻ ചിങ്കാന. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് നെസ്ലിൻ നായകനായെത്തുന്ന ആക്ഷൻ ഡ്രാമ ബോക്സിംഗ് വിഭാഗത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ വിഷുകാലത്ത് റിലീസിനെത്തുമെന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഏപ്രിൽ മാസത്തിലേക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ്. നിലവിൽ മെയ് റിലീസാണ് ചിത്രം പ്ലാൻ ചെയ്യുന്നത്. നെൽസൺ സംവിധാനം ചെയ്ത് രജനീകാന്ത് നായകനായെത്തിയ 2023 ബ്ലോക്ക് ബസ്റ്റർ തമിഴ് സിനിമയായിരുന്നു ജയിലർ. സിനിമയുടെ 2ാം ഭാഗം ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തതാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ഷൂട്ടിംഗ് ഡേറ്റ് ഒഫീഷ്യലായി കൺഫേം ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് മാർച്ച് 20 അടുത്ത ആഴ്ച ചെന്നൈയിൽ വെച്ച് ആരംഭിക്കുമെന്നാണ് വിവരം. ആദ്യ ഭാഗത്തിലേതുപോലെ തന്നെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറായ ലാലേട്ടനും ശിവരാജ് കുമാറും 2ാം ഭാഗത്തിലും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നത് പോലെ തന്നെ ബാലയെയും ഇവരോടൊപ്പം ജോയിൻ ചെയ്തേക്കുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. സിനിമയുടെ റിലീസ് അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ പ്ലാൻ ചെയ്യുന്നു. ബോളിവുഡിലെ ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ വെറും 3 ആഴ്ചയോളം മാത്രം ബാക്കി. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായെത്തുന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ ഇന്നും പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സിനിമയുടെ സെൻസർ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ അതിന് പിന്നാലെ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. 3 മിനിറ്റ് 61 സെക്കൻഡ് ദൈർഘ്യമുള്ള എമ്പുരാന്റെ ട്രെയിലർ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സിനിമയുടെ ട്രെയിലർ അടുത്ത ആഴ്ച മാർച്ച് 14 അല്ലെങ്കിൽ 15 ഒഫീഷ്യലായി പുറത്തു വരുമെന്നാണ് വിവരം. ഈ ആഴ്ചയോടെ തന്നെ സിനിമയുടെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പുറത്തു വരുന്നുണ്ട്. എന്തായാലും എമ്പുരാന്റെ ഒരു തീപ്പൊരി ട്രെയിലറിനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ ബുക്കിംഗ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ 10 ദിവസം മുന്നേ സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് മാർച്ച് 17 എമ്പുരാൻ ബുക്കിംഗ് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ആരംഭിക്കുമെന്നർത്ഥം. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഹനീഫ് അദേനി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായി 2023 ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട മലയാളം സിനിമയാണ് രാമചന്ദ്ര ബോസൻകോ. ചിത്രം ഇറങ്ങി 2 വർഷം പിന്നിടാനായി ഒരുങ്ങിയിട്ടും ഇതുവരെ സിനിമയുടെ OTT റിലീസ് നടന്നിട്ടില്ല. ഇപ്പോഴത്തെ ബോസൻകോ എന്ന സിനിമയുടെ OTTയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആമസോൺ പ്രൈം വീഡിയോ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്യുന്നുണ്ട്. പ്രൈം വീഡിയോസ് വഴി ഒരു സർപ്രൈസ് റിലീസിന് തന്നെയാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കാത്തിരിക്കാം കൂടുതൽ ബോസൻകോ വാർത്തകൾക്കായി.